ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 തം തനനനം തനാനന തം തനനനം ഒരു ചിഞ്ചിത ഗോപുര കിഞ്ചിത മേളം നട 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 നടനം ഒരു അഴക് ചാർത്തി തനം തനനം തം 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 തനനനം തനാനന തം തനനനം. കേശവമാമ നിർത്തണ്ടേ. നിങ്ങളിത് നമ്മളുടെ പ്രോഗ്രാമിലുള്ള ആയിട്ട് നിങ്ങൾ എന്ത് കണ്ടാലും ഇങ്ങനെ കൈയടിക്കില്ല. അല്ലേ തന്നെ എന്ത് കണ്ടിട്ട് ഇവർ കൈയടിക്കുന്നതെന്ന് പറഞ്ഞുള്ള കമന്റ് കാരണം പരിപാടി നടത്താൻ വയ്യ. കേശവമാമ ഒരു കാര്യം ഞാൻ പറയാം. ദീപാവലിയുടെ ദിവസം ഈ പാട്ടിട്ടുകൊണ്ട് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് പാറുണേന്തു മുഖി വെച്ചിട്ട് തിരുവാതിര കളിക്കുന്ന അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പൊ കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത്തവണ എങ്ങനെയുണ്ട്? ഇതെവിടെ നീ ഷെർവാണി കിട്ടിയത്? കോസ്റ്റ്യൂം എടുക്കുന്ന സ്ഥലത്ത് ഈ കോട്ടൺ ഇതല്ല സലീമേട്ടന് വെച്ച്. ഇത് സലീമേട്ടൻ ഇടാൻ വെച്ച ഷെർവാണിയാണ് നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നോണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മൾ തുടക്കത്തിൽ നോക്കിയപ്പോ കാണാഞ്ഞത്? അല്ല എനിക്കറിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ എനിക്ക് കറക്റ്റ് സൂട്ടായിരുന്നത്. അങ്ങനെ സൂട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? അല്ല സലീമേട്ടന് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ? സലീമേട്ടന്റെ മുഖത്ത് സങ്കടമുണ്ട്. ആ മനസ്സ് എനിക്ക് കാണാം. സലീമേട്ടൻ എന്നോട് കുറെ തന്നെ ചോദിച്ചോടാ ഇങ്ങനെ ഒരു ജുബ്ബയാണോ ദീപാവലിയായിട്ട് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഇട്ടുകൊണ്ട് വന്നത് മോശമായിപ്പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു. പാടില്ല. അത് വിട്, അത് പോട്ടെ. അതിപ്പോ ഒരു ക്ഷമ ചോദിച്ചാൽ തീരാന്ന് കസലുള്ളൂ. അല്ല ക്ഷമയൊന്നും ചോദിക്കണ്ട. ഒരു കാര്യം ചെയ്യൂ. നമ്മുടെ വെർഷൻ 2-ലും കേശവമാമനുണ്ട്. കേശവമാമൻ അപ്പൊ നമ്മൾ ഇത്തവണ ഒരു പ്രത്യേക സ്ഥാനമൊക്കെ തരികയാണ്. കേശവമാമന് നമ്മുടെ ഇവിടെ ചെയർ ഒരുക്കുന്നുണ്ടാവും. എല്ലാ എപ്പിസോഡും തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ കേശവമാമൻ ആ ചെയറിൽ മിണ്ടാതെ ഇരിക്കണം. ഓക്കെ? അതെന്ത് കഷ്ടമാണത്? എന്താ? അല്ല അങ്ങനെ നല്ലൊരു പെർഫോമർ അല്ലേ? അപ്പൊ അങ്ങനെ സ്റ്റേജിലല്ലേ ഇരുത്തേണ്ടത്? അതെ, അതല്ലേ സ്റ്റേജിൽ അഴിഞ്ഞാർത്തങ്ങ. അല്ല അഴിഞ്ഞാട്ടരെന്ന് പറഞ്ഞാലേ അതങ്ങനെ വേണ്ട. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി കാണിക്കുന്ന പല സാധനത്തിനും വേണ്ട ഒരു നിലവാരമില്ല. അപ്പം നമ്മുടെ നിലവാരമില്ലാത്ത സാധനം കാണിക്കാൻ നിൽക്കേണ്ട. നമുക്ക് സ്റ്റേജിന്റെ സൈഡിലേക്ക് ഇരുത്താം. കലയോട് എനിക്കൊരു പ്രതിബദ്ധത ഇല്ലേ? അല്ല ഇതിന്റെ പേര് പ്രതിബദ്ധത എന്നല്ല, അസൂയാന്നാണ്. ചേട്ടാ ഇതിൻ്റെ പ്രശ്നം എന്നറിയാമോ? ഞാൻ പൈസ മുടക്കി എപ്പിസോഡ് ചെയ്തിട്ട് കാര്യം എൻ്റെ ഐറ്റംസ് കയറുന്നുണ്ടെങ്കിലും എന്നെ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ പല ആൾക്കാരും ഈ കേശവമാമനെ അംഗീകരിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. കലാകാരന്മാരല്ലാത്തവരെ സമൂഹം അംഗീകരിക്കാറില്ല രാമൻകുട്ടി. നിങ്ങൾ ആയിക്കോ സലീമേട്ട. എനിക്ക് വളരെ സങ്കടമുണ്ട്. നീ പെണങ്ങല്ലേ. അല്ല സലീമേട്ടൻ എന്നെ സലീമേട്ടൻ ഇത്ര ഞാനൊരു ഗുരുസ്ഥാനീയനായിട്ട് കണ്ടിട്ട്. അനിയനല്ലേ? അല്ല അനിയനാണല്ലോ, അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനൊരു കലാകാരനല്ല എന്നൊക്കെ സലീമേട്ടൻ. കലാകാരനെ നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്, നിന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, എന്റെ ഷോപ്പ് തുടങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച. നീയാണ് ഉദ്ഘാടകൻ. അവനൊന്നുമില്ല. അതൊരു അംഗീകാരമാണ് എനിക്ക്. കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു അംഗീകാരമാണ്. ഞാൻ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. കേശവമാമനൊന്നുമല്ല. അത് മതി. അപ്പൊ എന്നെ അംഗീകരിച്ചു. അത് മതി. താങ്ക് യു സലീമേട്ട. എനിക്ക് പെട്ടെന്ന് കലാകാരനല്ലെന്നൊക്കെ പറഞ്ഞപ്പോ വലിയ വിഷമമായി. എന്താണ് കേശവമാമൻ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഏകാംഗ നാടകമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും പാടില്ല, ഞാൻ ഒറ്റക്ക് പാടുള്ളൂ ഇവിടെ. അപ്പൊ അതിന്റെ ക്യാമറ, ക്രൂ, മറ്റ് കാര്യങ്ങള്, ഹരി, മേക്കപ്പ്, സാധനം നമ്മളെല്ലാവരും ഒന്ന് ഇവിടുന്ന് മാറി കൊടുക്കണം കേട്ടോ. പുള്ളിക്ക് ഒറ്റയ്ക്ക് എന്തോ പറയാനുണ്ട് സലീമേട്ട. ആരും പോലും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കി. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ എന്റെ ഒറ്റക്കുള്ള അംഗം, അതാണ് ഏകാംഗം. ഇവിടെ ആരും പാടില്ല. ഈ പറഞ്ഞൊന്നും നമ്മൾ കേട്ടില്ലേ? എന്താ ഇവിടെ ആരും പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് മാറിക്ക്. ഒറ്റക്കുള്ള പ്രകടനമല്ലേ? ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഏകാംഗ നാടകം ആരംഭിക്കാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഈ നാടകം പിഷാരടി ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇപ്പൊ സലീമേട്ടൻ എന്നോട് അടുത്ത ആഴ്ച സലീമേട്ടന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം തരാന്ന് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ഒരു ഐശ്വര്യവും കൈപുണ്യാണെന്ന് തോന്നുന്നു. ഇമീഡിയറ്റ് അടുത്ത ഉദ്ഘാടനം കിട്ടി. താങ്ക് യു വെരി മച്ച്. ഔദ്യോഗികമായിട്ട് കേശവമാമന്റെ ഏകാംഗ നാടകം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളാൽ പ്രഖ്യാപിക്കുന്നു. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഏകാംഗ നാടകം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രളയത്തിൽ അകപ്പെട്ടു പോയ ഒരു പട്ടിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. യജമാനും പട്ടിയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ കഥ ഞാനിവിടെ ഒറ്റക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം പട്ടിക്കുട്ടി. യജമാനെ, വെള്ളം വന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് എന്നെ ഈ കൂട്ടിൽ നിന്ന് രക്ഷിക്കൂ യജമാനെ, എന്നെ രക്ഷിക്കൂ. ഇത് കേട്ടോടുകൂടി യജമാനൻ, ദൈവമേ പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലയോ മാളോരേ. എന്തോ ഇങ്ങടൊന്നും പറയണ്ട, ഒറ്റക്കുള്ളതാണ് ഏകാംഗം. ഡയലോഗ് വേണ്ട, ഞാൻ അല്ലയോ മാളവന ഫെറി,
ഒന്ന് ശ്രദ്ധിച്ചോ, ഫെറിയിലാകെ വെള്ളം കയറി തുടങ്ങി. ഈ സമയം ആകെ പരിഭ്രാന്തരായി, ജനങ്ങളെല്ലാം നെട്ടോട്ടമോടുകയാണ്. വെള്ളം ഇരമ്പി വരികയാണ് നമ്മുടെ അടുത്തേക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഈ യജമാനൻ വിഷമിച്ചിരിക്കുമ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജും ടി വിയൊക്കെ എടുത്ത് രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോൾ ആദ്യം ഫ്രിഡ്ജ് എടുത്ത് രക്ഷപ്പെടുത്തി, രണ്ടാമത് ടി വി എടുത്ത് രക്ഷപ്പെടുത്തി. അങ്ങനെ എല്ലാം എടുത്ത് രക്ഷപ്പെടും. ആ സമയത്തും നമ്മുടെ പട്ടി ഇവിടെ കിടന്നുണ്ട്. യജമാനൊക്കെ പറഞ്ഞു, അയ്യോ യജമാനെ, അങ്ങ് എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്? എന്നെ രക്ഷപ്പെടുത്തു യജമാനെ. ഇതൊന്നും വകവെക്കാതെ ഈ യജമാനൻ ഉള്ള വഞ്ചിയിൽ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, പുള്ളി അങ്ങ് അകന്നു പോയി. ഈ പട്ടി ഇവിടെ കിടന്നിട്ട് അകത്ത് കിടന്ന് വെള്ളം കയറി ഇരമ്പി പട്ടിയുടെ മുഖത്തേക്ക് വന്ന്, യജമാനെ എന്നെ രക്ഷിക്കില്ലേ യജമാനെ, യജമാനെ. സുഹൃത്തുക്കളെ, ആ പട്ടി അവിടെ ചത്തു വീണു. ഇതിന് ശേഷം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. വരുമ്പോൾ കാണുന്ന കാഴ്ച അതാ 10 വർഷത്തിന് മുമ്പ് ചത്തുപോയ പട്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ കിടക്കണ പട്ടി യജമാനെ കണ്ടതും അവിടെ നിന്ന് പയ്യെ തലയുയർത്തി, യജമാനെ, 10 വർഷമായിട്ടും ഞാൻ ചാവാതെ കിടന്നത് അങ്ങോട്ടുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. അങ്ങക്കറിയാമോ, നിങ്ങളന്ന് എന്നോട് ചെയ്തത് ഭയങ്കര ചതിയായി പോയിട്ടാ. ഇത് പറഞ്ഞുകൂടി പട്ടി ചത്തുവിടും. ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് യജമാനാകെ, ദൈവമേ, ഞാൻ എൻ്റെ വിലപ്പെട്ട ടി വി ഫ്രിഡ്ജും എല്ലാം ഞാൻ ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ടോണിക്കുട്ടന് മാത്രം ഞാൻ രക്ഷപ്പെടുത്തിയില്ലല്ലോ ദൈവമേ. ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ പുള്ളി, ഞാനും എൻ്റെ പട്ടിക്കുട്ടൻ പോയ സ്ഥലത്തേക്ക് ഞാനും പോകും. എനിക്കും വെള്ളം കുടിച്ച് മരിക്കണം. എവിടെ വെള്ളം കുടിച്ച് ഞാനും മരിക്കാൻ പോകണം. അയ്യോ, എന്നാരും രക്ഷപ്പെടുത്തു. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ ഏകാംഗ നാടകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് സലിമേട്ടാ? പോരല്ല കച്ചമാമ, പോരായിരുന്നു. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും അല്ല, ഇത് പോരായിരുന്നു. നേരത്തെ അതിന് മുമ്പ് അങ്ങനെയല്ല പറഞ്ഞു. എൻ്റെ എല്ലാ പെർഫോമൻസും ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്. അല്ല, ഇതിനു മുമ്പുള്ള എല്ലാ പെർഫോമൻസും എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ലതായിരുന്നില്ലേ? അതെ. ഈ പെർഫോമൻസ് എന്ത് പറ്റിയത്? ഇത് മാത്രം ചീഞ്ഞു പോയാ? ചീഞ്ഞുപോയി, ഭയങ്കര ചീഞ്ഞുപോയി. സംഭവം എന്താണെന്നറിയോ? എൻ്റെ കുഴപ്പമില്ല. ഇത് ഉദ്ഘാടനം ചെയ്താരാ? പുള്ളിയല്ലേ? അതിൻ്റെ കുഴപ്പമാണിത്, എന്റെ കുഴപ്പമില്ല. കേശവമാമ ഉദ്ഘാടനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഏകാംഗ നാടകത്തിന്റെ ഉദ്ഘാടനത്തിനൊന്നും പോകുന്ന ആളുമല്ല. നിങ്ങളോടുള്ള പരിചയം വെച്ച് ചെയ്തു തന്നതാ. എനിക്ക് അടുത്ത ആഴ്ച വലിയ 3 നിലയുള്ള സലീമേട്ടന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമുള്ള ആളാ ഞാൻ. ഞാനാ നിങ്ങൾക്ക് ചെയ്തു തന്നത്. അതെ, അത് ഉണ്ടാവൂട്ടാ. ആ ഉദ്ഘാടനം ചിലപ്പോ മാറ്റി വെച്ചേക്കുന്നു. ഡേറ്റ് മാറ്റി വെച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ. അതിനെ ഇഷ്ടമല്ല എനിക്ക് മനസ്സിലായി. നീ എൻ്റെ അനിയനല്ലടാ, ഉദ്ഘാടനം ചെയ്യണ്ട.